ഹായ് മക്കളെ, വെൽക്കം ടു ഇഗ്നീഷ്യ. ഇഗ്നീഷ്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരുൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 10th കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യമാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പേര് ആദ്യമായിരിക്കും കേൾക്കുന്നത്, പുതിയൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ എന്നാലും ഒരു കാര്യം നിങ്ങൾ കണ്ടുപരിചയമുണ്ടാവും, ഈ വരച്ചിരിക്കുന്ന ഒരു പടം അല്ലെ, എന്താണത്? ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമുണ്ട് അല്ലെ, ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞു, ഒരു എലമെന്റ് തന്നു, അതിന്റെ അറ്റോമിക് നമ്പർ തന്നു, അങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോൺസ് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർ മോഡൽ ഓഫ് ആറ്റം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓരോ ഷെല്ലിൽ ഇത്ര ഇലക്ട്രോൺസ് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അതൊക്കെ അതിനെ നമ്മൾ ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്നു. അത് സ്റ്റേഷനറി ലെവൽസ് ആണ് അല്ലെ, സ്റ്റേഷനറി ലെവൽസ് ആണ്. അതിന്റെ എനർജി ഒക്കെ അങ്ങനെ ആയിരിക്കും. ഓരോ ഷെല്ലിനും അതിൻ്റെതായുള്ള എനർജികളുണ്ട്. ഹയർ എനർജിയിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രശ്നങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ് അവസാനം ലൂയിസ് ഡി ബ്രോഗ്ലി ഒക്കെ വന്ന് കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറെ കഥയൊക്കെ ചാപ്റ്ററിന്റെ ആദ്യത്തിനുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ട്രോൺസ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കണ്ടെത്താൻ സാധിക്കുന്ന മാക്സിമം പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം സാധ്യത എവിടെയാണോ ആ പറയുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ്. ഓക്കെ ആണോ? അതായത് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ഓർബിറ്റൽസിലാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കാണപ്പെടാൻ സാധിക്കുന്ന മാക്സിമം സാധ്യത, പ്രോബബിലിറ്റി എവിടെയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റൽസ് എന്ന് പറയും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ +1 ചെല്ലുമ്പോൾ പഠിച്ചോളും കേട്ടോ. ഓക്കെ, അതിനെയാണ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഈ ഓർബിറ്റൽസും അവിടെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്കും കൃത്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന ഒരു തിയറി വെച്ചിട്ടാണ്. അപ്പോൾ ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ പഠിക്കാൻ പോകുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഐഡിയ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഞാൻ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് ലാസ്റ്റ് കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാണ് ആ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചത്? ആ ഓർബിറ്റൽസും അതിലുള്ള ഇലക്ട്രോൺസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ ഒരു പരിപാടിയാണ്. ഓക്കെ, 3 ടൈപ്പാണ്. ശരിക്കും 4 ടൈപ്പ് ഉണ്ട്. ഞാൻ 4ാമത്തെ എഴുതുന്നില്ല ഇവിടെ, കാരണം അത് നിങ്ങൾ പിന്നീട് പഠിക്കും. +1 ആവുമ്പോൾ പഠിച്ചോളും. അതൊരു വേറൊരു പരിപാടിയാണ്. ഓക്കെ, നമ്മൾക്ക് അതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. 3 സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഒന്നാമത്തെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഡിനോട്ടഡ് ആസ് എൻ. എൻ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എൻ വെച്ചാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെയാണ് അസിമുട്ടൽ ക്വാണ്ടം നമ്പർ, അതിനെ എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതിനെ നമ്മൾ എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 പേരൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഡിനോട്ടഡ് ആസ് എൻ എന്ന് പറയും. ഇത് ഷെൽസുകളാണ് കുറച്ച് സൂചിപ്പിക്കുക. അതായത് എന്നിന്റെ വാല്യൂസ് 1 2 3 4 അങ്ങനെ പോകും. അതിൽ എന്നിന്റെ വാല്യൂ ഒരു ഇതിലെ എന്നിന്റെ വാല്യൂ 1 എന്ന് വന്നു കഴിഞ്ഞാൽ അത് കെ ഷെല്ലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ എന്നിന്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ, 2 വന്നാൽ അത് എൽ ഷെല്ലിനെ ഡിനോട്ട് ചെയ്യും. അതേപോലെ 3 വന്നാൽ എം ഷെല്ലിനെ, 4 വന്നാൽ 4 ആണ് കേട്ടോ, 4 വന്നാൽ എന്നിനെയും ഡിനോട്ട് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉദ്ദേശിക്കുന്നത്. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഷെല്ലുകൾ അല്ലെങ്കിൽ എനർജി ലെവലുകളെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് അസിമുട്ടൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്ന എല്ല് വെച്ചിട്ടാണ്. ഇത് പറയുന്നത് സബ്ഷെല്ലുകളെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഇപ്പോ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എനർജി ലെവലുകളിലാണെന്ന് പറഞ്ഞു, പക്ഷേ അതൊരു 3 ഡയമെൻഷണൽ റീജിയനിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സബ്ഷെല്ലുകളിലാണ് അതിന്റെ ഇലക്ട്രോൺസ് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സബ്ഷെല്ലുകളാണ് SPDF എന്ന് പറയുന്നത്. ഓക്കെ, ആ SPDFനെ പറയുന്നതാണ് എന്ത്? ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന നമ്പർ ആണ് എന്ത്? അസിമുട്ടൽ ക്വാണ്ടം നമ്പർ L എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മുടെ നേരത്തെ പഠിച്ച എന്നിന്റെ വാല്യൂ 1 എന്ന് പഠിച്ചാൽ അത് കെ ഷെല്ലാണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്നിന് 1 ആകുമ്പോൾ എല്ല് 0 ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്ന് 1 ആകുമ്പോൾ എല്ല് എത്രയായിരിക്കും? 0. അപ്പൊ ശ്രദ്ധിക്കുക, എന്ന് 2 ആണെങ്കിൽ എല്ലിന് ഏതൊക്കെ വരും? 0യും 1ഉം വരും. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഇത്ര നോക്കിയാൽ മതി. എന്ന് 1 ആയാൽ എല്ല് 0, വിച്ച് മീൻസ് എല്ലിന് ഒരു വാല്യൂവേ ഉള്ളൂ. അതായത് ഒരു വാല്യൂ ഒരു സബ്ഷെല്ലിൽ ഉണ്ടാവത്തുള്ളൂ. ആ എല്ല് 0 ആയാൽ ആ സബ്ഷെല്ലാണ് എസ്. അപ്പൊ കെ എന്ന് പറയുന്ന ഈ ഷെല്ലിൽ n=1 എന്ന് പറഞ്ഞാൽ കെ ഷെല്ലാണല്ലോ. ആ കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, വിച്ച് മീൻസ് എസ്. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ?
ഓക്കെ അല്ലേ? ഇനി അതേപോലെ n2 ആകുമ്പോൾ എല്ലിന് 2 വാല്യൂ വരും. അതായത് n-1 വരെ വാല്യൂ, 2-1 വരെ വാല്യൂ വരും അല്ലെ? അതായത് എല്ലിന് 0യും വരും 1ഉം വരും. 0യും 1ഉം വന്നാൽ ഏതൊക്കെ സബ്ഷെല്ലുകൾ ഉണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ വരും? എസും വരും പിയും വരും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എസും പിയും വന്നു. അതായത് ഈ പറയുന്ന രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലുകൾ ഉണ്ട്? എസും പിയും ഉണ്ട്. ഇനി മൂന്നാമത്തെ നോക്കാം. n=3 വന്നാൽ അതിനർത്ഥം എം ഷെല്ലാണ് അല്ലെ? എം ഷെല്ല് വരുമ്പോൾ എന്നിന് എത്ര വാല്യൂ ഉണ്ടാവും? സ്വാഭാവികമായിട്ടും എത്ര വാല്യൂ വരണം? എത്ര വരണം? 3 വാല്യൂ വരണം അല്ലെ? 0, 1, 2. അതായത് 0 വരും, 0 വരുമ്പോൾ എസ് സബ്ഷെല്ല്, 1 വരുമ്പോൾ പി സബ്ഷെല്ല്, 2 വരുമ്പോൾ ഡി സബ്ഷെല്ല്. അപ്പൊ അതായത് ഈ പറയുന്ന n=3 ആണെങ്കിൽ ആ പറയുന്ന എം ഷെല്ലിൽ 3 സബ്ഷെല്ലുകൾ വരും, എസ് പി ഡി. ഐഡിയ മനസ്സിലായോ? അതേപോലെ n=4 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഏത് ഷെല്ലാ? എൻ ഷെല്ലാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്ത് വരും? 0, 1, 2, 3. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സബ്ഷെല്ലുകൾ ഏതായിരിക്കും? 0 എന്ന് പറയുമ്പോൾ എസ്, അതേപോലെ 1 എന്ന് പറയുമ്പോൾ പി, അതേപോലെ 2 എന്ന് പറയുമ്പോൾ ഡി, 3 എന്ന് പറയുമ്പോൾ എഫ്. ഇതാണ് ഐഡിയ. ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ മക്കളെ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അസിമിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ഷെല്ലുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ n എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലുകളെയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള സബ്ഷെല്ലുകളാണ് അസിമിറ്റൽ ക്വാണ്ടം നമ്പർ എൽ എന്ന് സൂചിപ്പിക്കുന്നത്. 4 സബ്ഷെൽ ഉണ്ട്, എസ് പി ഡി എഫ് ഉണ്ട് അല്ലെ? അതിൽ ഈ പറയുന്ന എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. എൽ 0 ആയാൽ അതേതായിരിക്കും? എസ് എന്ന് പറയുന്ന സബ്ഷെൽ ആയിരിക്കും. പഠിച്ചു വെക്കുക. n=2 ആണെങ്കിൽ എല്ലിന് എത്ര വാല്യൂ ഉണ്ടാവും? 0യും 1ഉം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയായിട്ട് മാറും? എസും പിയും ആയിട്ട് മാറും. അതേപോലെ 3 ആണെങ്കിലോ n=0, 1, 2 വരെ വരാം. അപ്പൊ 3 സബ്ഷെല്ല് എസ് പി ഡി. n=4 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ അസിമിറ്റൽ ക്വാണ്ടം നമ്പർ ഏതൊക്കെയായിരിക്കും? 0, 1, 2, 3. ഓക്കെ, എസ് പി ഡി എഫ്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഇത് ഓറിയന്റേഷനെ പറയുന്നതാണ്. അതായത് n=1 ആകുമ്പോൾ അത് കെ ഷെല്ലാണ്. ഇവിടെ ഇപ്പൊ നോക്കണ്ട, n=1 ആകുമ്പോൾ കെ ഷെല്ലാണ്. കെ ഷെൽ ആകുമ്പോൾ l=0 ആണ്. നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പൊ L 0 ആയാൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അതിന്റെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. അതിൽ എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ പറയുന്ന ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ n=1 കെ ഷെൽ. കെ ഷെല്ലിൽ n=1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0 ആണ്, നേരത്തെ പഠിച്ചു. അപ്പൊ അത് എസ് സബ്ഷെൽ ആണ്, നേരത്തെ മനസ്സിലായി. ഓക്കെ അല്ലേ? അവിടെ ഒരു എസ് എന്ന് പറയുന്ന സബ്ഷെല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന 0 എന്ന് പറയുന്ന വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒറ്റ ഓർബിറ്റൽ ഉള്ളൂ. അതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐഡിയ മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ എടുക്കുന്നു. n=2 ആണെങ്കിൽ എനിക്ക് എല്ലിന് 2 വാല്യൂ ഉണ്ട്, 0, 1. അപ്പൊ എസും പിയും അവിടെ ഉണ്ട്. എസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഓർബിറ്റൽ ഉണ്ടെന്ന് എനിക്ക് കണ്ടെത്തി. ഇനി പിയുടെ കാര്യം നോക്കണമല്ലോ. ഇതേ ഇക്വേഷനിൽ പിയുടെ വാല്യൂ എല്ലിന്റെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ മനസ്സിലായി പിക്ക് 3 ഓർബിറ്റൽ ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ ഡിക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n=3 വരുമ്പോൾ ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് വരുമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഡിക്ക് 5 എന്ന് കിട്ടും. ഇനി എഫിന് വരുമ്പോഴത്തേനും 7 എന്ന് കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ ഈ സബ്ഷെല്ലുകളിൽ ഓർബിറ്റുകൾ ശ്രദ്ധിക്കുക. എസ് എന്ന് പറയുന്ന ഓർബിറ്റ്, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റലും, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 3 ഓർബിറ്റലും, അതേപോലെ തന്നെ സബ്ഷെല്ലിന് 3 ഓർബിറ്റലും, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് 5 ഓർബിറ്റലും, എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിന് 7 ഓർബിറ്റലുമാണുള്ളത്. ദാറ്റ് മീൻസ് ഓർബിറ്റൽ മീൻസ് അവരുടെ ഓറിയന്റേഷൻ വ്യത്യാസം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതൊന്ന് ഞാൻ കൃത്യമായിട്ട് എഴുതി കാണിച്ചു തരാം. ഞാൻ ഇതിനെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. n=1 ആകുമ്പോൾ കെ ഷെല്ലാണ്. n=1 ആകുമ്പോൾ എൽ എന്ന് പറയുന്ന അസിമിറ്റൽ ക്വാണ്ടം നമ്പർ എത്രയായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 0 ആയിട്ട് മാറും അല്ലെ? 0 ആണെങ്കിൽ എസ് സബ്ഷെല്ലാണ് നമ്മൾ പഠിച്ചു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എസ് വന്നത് എങ്ങനെയാണ്? എല്ലിന് 0 കിട്ടിയതാണ്. അപ്പൊ ഞാൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചു. ഒരു ഓർബിറ്റൽ എന്ന് കിട്ടി. ഞാൻ അത് ടോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേലോട്ട് നോക്കാം. n=2 എന്ന്. അപ്പൊ അത് എൽ ഷെല്ലാണ് നമ്മൾ മനസ്സിലാക്കി. n=2 വരുമ്പോൾ അസിമിറ്റൽ ക്വാണ്ടം നമ്പർ എൽ എന്ന് പറയുന്നത് 0യും 1ഉം വരാം. വിച്ച് മീൻസ് എസും പിയും വന്നു. എസിന്റെ ഓർബിറ്റൽ എണ്ണം നമുക്ക് ഓൾറെഡി അറിയാം, ഒന്നേ ഉള്ളൂ. പിയുടെയും നമ്മൾ കണ്ടുപിടിച്ചു. 2l+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എല്ലിന്റെ അവിടെ 1 ഇട്ട് കൊടുത്തു. വാല്യൂ കിട്ടി 3. അപ്പോ ഇത് രണ്ടും കൂട്ടുമ്പോൾ ടോട്ടൽ ഓർബിറ്റലിന്റെ എണ്ണം എത്രയായി? 3 + 1 4. അതായത് n=2 ആകുമ്പോൾ എൽ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളുണ്ട്, പക്ഷെ ഓർബിറ്റുകളുടെ എണ്ണം 4 ആണ് ടോട്ടൽ. അതേപോലെ ഓരോന്നിനും ഞാൻ കണ്ടെത്തി. n=3 വരുമ്പോൾ ടോട്ടൽ ഓർബിറ്റൽ ഡി വരെ വരുമ്പോൾ ടോട്ടൽ ഓർബിറ്റൽ 9 വരും. n=4 വരുമ്പോൾ ടോട്ടൽ ഓർബിറ്റൽ 16 വരും എന്ന് മനസ്സിലായി. സോ നിങ്ങളൊന്ന് നോക്കി, ഇവര് തമ്മിലൊരു കണക്ഷൻ
ഇവര് തമ്മിലൊരു കണക്ഷൻ നിങ്ങൾ നോക്കിക്കേ. ഈ പറയുന്ന n ഈക്വൽ ടു 1 ആകുമ്പോൾ n സ്ക്വയർ ആണ് ഓർബിറ്റലിന്റെ എണ്ണം അല്ലെ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലടാ. അപ്പോ n സ്ക്വയർ ആണ് ഓർബിറ്റലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ നമ്പർ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അതേപോലെ വേറൊരു കാര്യം ഇവിടെ നോക്കി, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പോൾ ഓർബിറ്റൽ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി, n സ്ക്വയർ ചെയ്താൽ മതി. ഇനി ഇലക്ട്രോൺസ്, ആ പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ചെയ്താൽ മതി, 2n സ്ക്വയർ ചെയ്താൽ മതി. അതെങ്ങനെ വന്നു ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരു കണക്ഷൻ നോക്കിക്ക്, 2n സ്ക്വയർ അല്ലേ. അതായത് ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കുക, ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2n സ്ക്വയർ ആണ് പറഞ്ഞു. അതായത് ഈ പറയുന്ന 2 ഇൻറ്റു നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൽ ഷെല്ല്, ഒന്നാമത്തെ കെ ഷെല്ല് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, 2 എന്നല്ലേ. 2 ഇലക്ട്രോൺസിനാണ് നമ്മൾ കെയിൽ കണ്ടെത്താൻ പറ്റുന്ന ആൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ നിങ്ങൾ, 2n സ്ക്വയർ, എന്നിന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 1 സ്ക്വയർ അല്ലെ, 1 സ്ക്വയർ 1 ആണ്. 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 2. അപ്പൊ അതായത് കെ ഷെല്ല് 2 പറ്റുള്ളൂ. ഐഡിയ മനസ്സിലായോ? ഇനി ഇവിടെ നോക്കുക, n ഈക്വൽ ടു 2 ആണ്. അപ്പൊ 2n സ്ക്വയർ എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, മാക്സിമം നമ്പർ 2 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ഈക്വൽ ടു 8. അങ്ങനെയാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ പറയുന്ന എൽ ഷെല്ലിൽ 8 വന്നത്. അടുത്ത ഷെല്ലിൽ 18 വരും. അങ്ങനെ ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? എളുപ്പമല്ല ഈ കാര്യം, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോ ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ ഒന്നാമത്തെ ഷെല്ലിൽ ഒരു ഓർബിറ്റിലുള്ള എസ് മാത്രമേ ഉള്ളതുകൊണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല് ഉള്ളത് കൊണ്ട്, പിക്ക് 3 ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് ടോട്ടൽ 4, അടുത്തതിൽ 9, അടുത്തതിൽ 16. ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കും. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായി? എളുപ്പമല്ല ഈ സാധനം. ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസിനെ വെക്കാനേ പറ്റുള്ളൂ. ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത് ആകെ 2 ഇലക്ട്രോൺസിനെ അവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ ഒന്ന് പറയാണ്, ഇപ്പോ എസ് എന്ന് പറയുന്നത് അതിന്റെ ഓർബിറ്റൽ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു 1 ആണ് അല്ലെ. അതായത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ വെക്കാം, മാക്സിമം 2 വെക്കാൻ പറ്റുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നമ്മൾ എല്ലിന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടുപറ്റിയായിരുന്നു, 3 ഓർബിറ്റൽ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺ ആണ്. 3 ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എത്രയായി, 2 പ്ലസ് 2 പ്ലസ് 2 ഈക്വൽ ടു 6 ഇലക്ട്രോൺ ഇരിക്കും പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ. ഐഡിയ മനസ്സിലായോ? ഇനി ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നോക്കിക്കേ, അവിടെ ടോട്ടൽ 5 ഓർബിറ്റൽ ഞാൻ കണ്ടെത്തിയായിരുന്നു. വിച്ച് മീൻസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2, അതായത് 10 ഇലക്ട്രോൺ ഇരിക്കും. 2, 4, 6, 8, 10. ഓക്കെ. ഇനി എഫ് സബ്ഷെല്ലിൽ ടോട്ടൽ 7 ഓർബിറ്റൽ ഉണ്ടെന്ന് കണ്ടെത്തിയായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ കൂട്ടി നോക്കിയേ, 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ടോട്ടല് 14 ഇലക്ട്രോൺ വെക്കാൻ പറ്റും. ഐഡിയ മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സബ്ഷെൽ എടുത്താലും അതിന്റെ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഇരിക്കുള്ളൂ മാക്സിമം. ഓക്കെ അല്ലെ. എസിന് ആകെ ഒരേ ഒരു ഓർബിറ്റൽ ഉള്ളൂ, സോ 2 ഇലക്ട്രോൺ തന്നെ. ടിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്, ഓരോ ഓർബിറ്റലും 2 വെച്ച് ടോട്ടൽ 6 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും, പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് പറ്റും. ഡിക്ക് ടോട്ടൽ 5 ഇലക്ട്രോൺ ഉണ്ട്, 5 ഓർബിറ്റൽ ഉണ്ട്. സോ 5 ഓർബിറ്റലില് ഓരോ ഓർബിറ്റൽ 2 വെച്ച് നോക്കുമ്പോൾ 10 ഇലക്ട്രോൺ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എഫിന് 7 ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് ഓരോ ഓർബിറ്റലിലും 2 വെച്ച് ടോട്ടൽ 14 ഇലക്ട്രോൺ വെക്കാൻ പറ്റും. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണോ? എളുപ്പമല്ല ഈ കാര്യം. ഇനി ഇത് വെച്ചാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഷെല്ലിൽ എങ്ങനെയാണ് വരാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ലാസ്റ്റ് ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്നു അല്ലെ. n ഈക്വൽ ടു 1 ആകുമ്പോൾ കെ ഷെല്ലാണെന്ന് മനസ്സിലായി. അതിൽ L 0 ആണ്. L 0 ആകുമ്പോൾ എസ് എന്ന് പറയുന്ന സബ്ഷെൽ ആണ് എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ എസ് സബ്ഷെൽ ആണ് കെയുടെ. കെ എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1 ആണ്. സോ എനിക്ക് ഇതിനെ 1s എന്ന് എഴുതുകൊണ്ട് വല്ല തെറ്റുണ്ടോ? അതായത് എസ് ചെറുതാക്കി എഴുതണം കേട്ടോ. 1s എന്ന് എഴുതുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അതായത് n ഈക്വൽ ടു 1 ആകുമ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലാണ്. ദാറ്റ് മീൻസ് അതിൽ ആകെ ഒരു സബ്ഷെൽ ഉള്ളൂ. അത് ഏതിന്റെയാണെന്ന് മനസ്സിലാക്കാൻ, എസ് ഏതിന്റെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒപ്പം 1 ഇട്ട് കൊടുത്തു. 1 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉള്ള ഷെല്ലിന്റെ സബ്ഷെല്ലാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്തേലോട്ട് പോകാം. n ഈക്വൽ ടു 2 ആകുമ്പോൾ അവിടെ എസും പിയും ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. ഇത് ഏതിന്റെ എസ് ആണെന്ന് മനസ്സിലാവണ്ടേ. അപ്പൊ ഞാൻ അവിടെ 2s എന്ന് കൊടുത്തു, 2p എന്ന് കൊടുത്തു. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്തതിൽ വരുമ്പോൾ ഞാൻ അതിന് എസ് പി ഡി ഉണ്ട്, ഞാൻ അതിനെ കൊടുക്കാൻ പോവാ 3s. മൂന്നാമത്തെ ഷെല്ലിന്റെ എസ്, മൂന്നാമത്തെ ഷെല്ലിന്റെ പി, മൂന്നാമത്തെ ഷെല്ലിന്റെ ഡി. ഓക്കെ അല്ലേ. അടുത്തതിൽ വരുമ്പോൾ നാലാമത്തെ ഷെല്ലിന്റെ എസ്,
നാലാമത്തെ ഷെല്ലിന്റെ പി, നാലാമത്തെ ഷെല്ലിന്റെ ഡി, നാലാമത്തെ ഷെല്ലിന്റെ എഫ്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഇത് എഴുതി വെക്കേണ്ടത്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ ഓർബിറ്റലിലും എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ വെച്ചല്ലേ. ഇവിടെ ഒറ്റ ഓർബിറ്റലുള്ളൂ, എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ ഓർബിറ്റലുള്ളൂ നമ്മൾ പഠിച്ചാണ്. സോ ടോട്ടൽ 2 ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ഷെല്ലിലെ 2 സബ് ഷെല്ലുകളുണ്ട്. എസിന് ആകെ ഒരു ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് അവിടെ 2 ഇലക്ട്രോൺ. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഓരോന്നിനും 2 ഓർബിറ്റൽ വെച്ച് ടോട്ടൽ എത്രയായിരുന്നു? 6 എണ്ണം. ഇപ്പൊ ടോട്ടൽ 8 ഇലക്ട്രോൺ അല്ലേ. ഇനി അടുത്തതിൽ വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ എസ് ആയതുകൊണ്ട് ആകെ 2 ഇലക്ട്രോൺ ഉള്ളൂ. പി ആയതുകൊണ്ട് ടോട്ടൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഡി ആയതുകൊണ്ട് 5 ഇലക്ട്രോൺ ഉണ്ട്. സോ ടോട്ടൽ എത്ര വരും? 6 + 2 8, 5 ഇലക്ട്രോൺ ഉണ്ട്, 10 ഇലക്ട്രോൺ വരും. സോ എത്രയാണ്? 10 + 2 12, 12 + 6 18 ഇലക്ട്രോൺസ് വരും. ഓക്കെ ആണോ? ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, എഫിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും 2, അതായത് എസ് ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ, പി ആയതുകൊണ്ട് 6 ഇലക്ട്രോൺ, ഡി ആയതുകൊണ്ട് 10 ഇലക്ട്രോൺ, എഫ് ആയതുകൊണ്ട് 14 ഇലക്ട്രോൺ. സോ ടോട്ടൽ 32 ഇലക്ട്രോൺ വരും. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യം ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. അതായത് n=1 ആണെങ്കിൽ കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാക്സിമം വെക്കാൻ പറ്റും. കാരണം എന്താ? അവിടെ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുള്ളൂ, അതിന് ഒരു ഓർബിറ്റലുള്ളൂ, അതിലാകെ 2 ഇലക്ട്രോൺ ഇരിക്കുള്ളൂ. ഇനി മനസ്സിലായോ? ഓക്കെ അല്ലെ. അതേപോലെ രണ്ടാമത്തെ ഷെല്ല് എല്ലാണ്, അതിൽ 2 സബ് ഷെല്ലുകളുണ്ട്. ഒന്ന് എസ്, ഒന്ന് പി ആണ്. എസിന് ആകെ ഒരു ഓർബിറ്റൽ ഉള്ളൂ, അതിൽ 2 ഇലക്ട്രോൺ ഇരിക്കും. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്, അപ്പൊ ടോട്ടൽ 6 ഇലക്ട്രോൺ ഇരിക്കും. സോ 6 + 2 8. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിന് മാക്സിമം ഇരുത്താം. ശരി, മനസ്സിലായോ? ഓക്കെ അല്ലെ. ഇനി മൂന്നാമത്തെ കേസ് വരുമ്പോൾ എം എന്ന് പറയുന്ന സബ് ഷെല്ലിന് 3 സബ് ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി എന്ന് പറയുന്നു. എസില് ആകെ ഒരു ഓർബിറ്റലുണ്ട്, 2 ഇലക്ട്രോൺ. പിക്ക് ആകെ 3 ഓർബിറ്റലുണ്ട്, 6 ഇലക്ട്രോൺ. ഡിക്ക് 5 ഓർബിറ്റലുണ്ട്, 10 ഇലക്ട്രോൺ. സോ 18 ഇലക്ട്രോൺ. അങ്ങനെയാണ് ഇത് മൊത്തം 2, 8, 12, 18, 32 എന്ന് പറയുന്ന സാധനം നമ്മൾ അന്ന് പഠിച്ചത്. ഐഡിയ മനസ്സിലായോ ഇതിന്റെ കണക്ഷൻ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്, ബോർ മോഡലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് ഓർബിറ്റ്സ് ദൂരെ പോകും തോറും അതിന്റെ എനർജി ലെവൽസ് ദൂരെ പോകുന്ന എനർജി കൂടുമെന്ന് പറഞ്ഞു. കെക്ക് എന്നിനേക്കാളും വളരെ എനർജി കുറവാണ്. അതേപോലെ എസിന്റെ കേസിൽ, അതായത് സബ്ഷെല്ലിന്റെ കേസിലും ഇതേ കാര്യമാണ്. ദൂരെ പോകും തോറും ഇങ്ങനെയാണ് ഒരു ഓർഡർ വരുന്നത്, എസ്, പി, ഡി, എഫ്. ഇങ്ങനെയാണ് എനർജി ഓർഡർ വരിക. എഫിന് കൂടുതൽ എനർജി, എസിന് ഏറ്റവും ചെറിയ എനർജി. ഓക്കെ, അതേപോലെ രീതിയിൽ നേരത്തെ ഞാൻ എഴുതി വെച്ച 1s, 2s, 2p ആ ഒരു കാര്യത്തിന് അതിന്റെ എനർജി ഓർഡർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് പഠിച്ചിരിക്കണം. ഇതില്ലാതെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 1s, 2s, 2p, 3s, 3p, 4d, 4s, 4p, 5s, 5, 4d ഇത്രയും പഠിച്ചാൽ മതി. കാരണം ഇത്രയും കാര്യങ്ങൾ ചോദിക്കുള്ളൂ, ഇതിൽ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ എനർജി ഓർഡർ പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് എനർജി ഓർഡർ പോകട്ടോ. ഓക്കെ, ഇത് ഏറ്റവും ചെറുത് ഏറ്റവും വലുതെന്ന് പോലെ. ഓക്കെ, പക്ഷെ എനർജി ഓർഡർ എഴുതുന്നില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ചിലവർ കോമയായിട്ട് എഴുതും, ദാറ്റ്സ് ഓക്കെ, ഒന്നും പ്രശ്നമല്ല. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് വെച്ചാണ് നമ്മൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ എനർജി ഓർഡർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ എനർജി ഓർഡർ വെച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തരുമ്പോൾ എങ്ങനെയാണ് ഫിൽ ചെയ്ത് പോകേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോ ഓക്കെ, ബൈ, ടാറ്റ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.